ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മുനബ്ബിഹാത്തിലെ ഉപദേശങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആണ് ഈ കിതാബിൻ്റെ രചയിതാവ്. അൻ ബഅദിൽ ഹുക്കമായി സലാസത്തു അഷിയാഇൻ തുഫർരിജുൽ ഖുസസ ദിക്റുല്ലാഹ് വലിഖാഉ ഔലിയാഇഹി വകലാമുൽ ഹുക്കമായി. പണ്ഡിതന്മാരിൽപ്പെട്ട ചില മഹാന്മാർ പറഞ്ഞു, 3 കാര്യങ്ങൾ നമ്മുടെ പ്രയാസങ്ങളെ, ദുരിതങ്ങളെ അകറ്റാൻ സഹായകമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ മാറ്റിത്തരാൻ 3 കാര്യങ്ങൾ പറ്റും. ഒന്ന് ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ എന്നുള്ളത് നമ്മുടെ ദുരിതങ്ങൾ മാറ്റാൻ, പ്രയാസങ്ങൾ മാറ്റാൻ അള്ളാഹു സബബാക്കിയ, കാരണമാക്കിയ ഒരു വിഷയമാണ്. ദിക്റുകളിൽ നമുക്ക് ദൈനംദിനം ഒരു ദിവസം പോലും മുടങ്ങാതെ നാം സ്വീകരിക്കേണ്ട ഒരു ദിക്റിൻ്റെ സമാഹാരമാണ് റാത്തിബുൽ ഹദ്ദാദ്. ഇമാം ഖുതുബുൽ അർഷാദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമുക്ക് ക്രോഡീകരിച്ച് പഠിപ്പിച്ച ദിക്ർ. അത് വലിയ മഹത്തരമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആണായാലും പെണ്ണായാലും ആരും ജീവിതത്തിൽ അതൊരിക്കലും ഒഴിവാക്കരുത്. ഒരു ദൈനംദിനമുള്ള ദിക്ർ, മുടങ്ങാത്തൊരു ദിക്ർ ആയിട്ട് നമ്മളത് കൊണ്ടു നടക്കണം. അത് നമ്മുടെ മഹാന്മാരായ വലിയ ആലിമീങ്ങൾ, അവരൊക്കെ മുത്തഅല്ലിമീങ്ങളെ, അവരുടെ വിദ്യാർത്ഥികളെ പഠനമല്ലാത്ത മറ്റൊരു കാര്യത്തിലേക്കും തിരിക്കുകയില്ലായിരുന്നു. വലിയ വലിയ മഹാന്മാർ, നമ്മുടെ പൂർവികരായ ഉസ്താദുമാർ ആ പഠനമല്ലാത്ത കാര്യത്തിലേക്കൊന്നും സമയം ചെലവഴിക്കാൻ അനുവദിക്കുന്നില്ല. എപ്പോഴും പഠിക്കുക, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കിതാബുകൾ പഠിക്കുക. പക്ഷെ അപ്പോഴും അവർ ഒരു പതിവ് വിറുതായ റാത്തിബുൽ ഹദ്ദാദ് മുടക്കുകയില്ല. അത് എല്ലാ ദിവസവും ഈ പറയുന്ന കുട്ടികളും എല്ലാവരും അത് ചൊല്ലിയിരിക്കും. അള്ളാഹുവിൻ്റെ ദിക്ർ നമുക്ക് മോചനത്തിൻ്റെ വഴിയാണ്. വലിഖാഉ ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കാണുക എന്നതും മോചനത്തിൻ്റെ വഴിയാണ്, കാരണമാണ്. മഹാന്മാരെ കാണുക, മഹാന്മാരെ കാണുക എന്ന് പറയണത് അവരോട് സമ്പർക്കം കൂടുക, അവരുമായിട്ട് ബന്ധമുണ്ടാവുക, അവരെ മനസ്സുകൾക്കുള്ളിൽ നാം കൊത്തിവെക്കപ്പെടുക, നമ്മെ അവർ ഓർക്കുക എന്നത് തന്നെ നമ്മളെ രക്ഷയ്ക്ക് കാരണമാണ്. നമ്മളെപ്പറ്റി അവർക്ക് ഓർമ്മ ഉണ്ടാകുക, അവർ ദുആ ചെയ്യുമ്പോഴും മറ്റൊക്കെ നമ്മളെ ഓർമ്മ ഉണ്ടാവുക എന്നത്. അപ്പോൾ അവരുമായൊരു സമ്പർക്കമുണ്ടാകണം, നല്ല ബന്ധം. അത് ജീവിച്ചിരിക്കുന്നവരോട് നമുക്ക് ആ രീതിയിലുള്ള സമ്പർക്കം, മൺമറഞ്ഞു പോയ മഹാന്മാരാണെങ്കിലോ അവരോടുള്ള സിയാറത്ത് പെരുപ്പിക്കുക, അങ്ങനെ ബന്ധം ഉണ്ടാക്കണം. അതും ഒരു വലിയ ആത്മീയ ബന്ധമാണല്ലോ. മൂന്നാമതായി പറഞ്ഞ കാര്യം കലാമുൽ ഹുക്കമായി, ഹുക്കമാഇൻ്റെ സംസാരം, ഉലമാഇൻ്റെ സംസാരം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ഇൽമുള്ളവൻ്റെ സംസാരമാവുക നമ്മളിൽ നിന്നുണ്ടാകുന്നത്. ഇൽമുള്ളവൻ്റെ സംസാരം, ഉലമാ സംസാരിക്കുന്ന സംസാരം, അതും മോചനത്തിൻ്റെ കാരണമാണ്. പ്രശ്നങ്ങൾ തീരാനുള്ള ഒരു വഴിയാണത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അൽ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു മഹാനര് പഠിപ്പിച്ച ഒരു ഉപദേശമാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട വളരെ പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതനും ജനങ്ങളെ വഅ്ള് പറഞ്ഞ് വളരെ നന്നാക്കിയ വലിയ വാഇളും ഒക്കെ ആയിരുന്നു മഹാനരായ ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു.
വലിയ പണ്ഡിതനായിരുന്നു. മഹാനർ പറഞ്ഞു, അവിടെയും ഒരു 3 കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് മഹാനരുടെ ഉപദേശത്തിൽ. മൻ ലാ അദബ ലഹു ലാ ഇൽമ ലഹു വമൻ ലാ സ്വബ്റ ലഹു ലാ ദീന ലഹു വമൻ ലാ വറഅ ലഹു ലാ സുൽഫാ ലഹു. 3 കാര്യങ്ങൾ. ഒരാൾക്ക് അദബില്ലേ, അദബില്ലെങ്കിൽ അയാൾക്ക് ഇൽമില്ല. ഇൽമുണ്ട് എന്നൊരാളെ പറ്റിയിട്ട് പറയണമെങ്കിൽ, അയാളൊരു ഇൽമുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ അയാൾ അദബ് കാണിക്കേണ്ടിടത്തൊക്കെ അദബ് കാണിച്ചിരിക്കും. അദബ് കാണിക്കേണ്ട നല്ല, നമുക്കറിയാമല്ലോ, നല്ല ചിട്ടയും നല്ല മര്യാദയും. അദബ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദരിക്കേണ്ടതിനൊക്കെ ആദരവോടെ തന്നെ കാണുക. അത് പഠിപ്പിക്കുന്ന ഗുരുവര്യന്മാരാണെങ്കിലും മറ്റു ഉലമാക്കളാണെങ്കിലും പ്രായം കൂടിയവരാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാകുന്ന അഹ്ലുബൈത്താണെങ്കിലും അതേപോലെ വിശുദ്ധ പള്ളികളാണെങ്കിലും അതേപോലെ വിശുദ്ധ കിതാബുകളാണെങ്കിലും അങ്ങനെ ഏതിനോടുമുണ്ടല്ലോ ഒരു ആദരവ്, ഒരു അദബ്. അത് വിശാലമായിട്ടുള്ള കാര്യമാണ് അദബ്. ആ അദബില്ലാത്തവന് ഇൽമുണ്ട് എന്ന് പറയേണ്ടതില്ല. ഒമൻ ലാ സ്വബ്റ ലഹു ലാ ദീന ലഹു. ഒരാൾക്ക് ക്ഷമയില്ലേ എങ്കിൽ അയാൾക്ക് ദീനില്ല എന്നതാണ്. ക്ഷമ എന്നത് ഒരാൾക്ക് ദീനുണ്ടാവുക എന്നതിൻ്റെ മാനദണ്ഡമാണ്. ക്ഷമ വേണം. ക്ഷമ എന്ന് പറയുമ്പോൾ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. അത് ക്ഷമയുടെ വിശദീകരണം കിതാബുകൾ പരിശോധിച്ചാൽ കാണാം. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരാൾക്ക് ക്ഷമ വേണം. ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരാൾക്ക് ക്ഷമ വേണം. കാരണം ഇബാദത്ത് ചെയ്യുക എന്നതിനോട് ശരീരം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന് താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശരീരത്തിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ശരീരത്തിന് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ക്ഷമ വേണ്ടി വരും. വേറൊന്ന്, മുസീബത്തുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവിടെയും ക്ഷമിക്കുക. അങ്ങനെ ക്ഷമയുടെ വിവിധ ഇനങ്ങളുണ്ട്. ക്ഷമയില്ലാത്തവന് ദീനില്ല എന്നാണ് ഈ വാചകത്തിൽ പറയുന്നത്. വമൻ ലാ വറഅ ലഹു ലാ സുൽഫാ ലഹു. ഒരാൾക്ക് വറഇല്ലെങ്കിൽ അഥവാ സൂക്ഷ്മത എന്നത് അവന് ഇല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സാമീപ്യവും അള്ളാഹുവിൻ്റെ റിളുവാൻ കൊണ്ട് അഥവാ തൃപ്തി കൊണ്ട് വിജയിക്കൽ എന്നുള്ളതും അവന് ഇല്ല. സൂക്ഷ്മതയില്ലാത്തവന് അള്ളാഹുവിനോടുള്ള സാമീപ്യമില്ല. അതേപോലെ റബ്ബിൻ്റെ തൃപ്തി കിട്ടൽ എന്നത് ഇല്ല. അതാണ് സുൽഫാ ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ മഹാനായ ഇമാം അൽ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അല്ലാഹു തആല നമ്മെ അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി ഇഹപര വിജയം കൊണ്ട് നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീന.